ഇത് മഹാവതാർ ബാബാജിയുടെ ഗുഹയിലേക്ക് പോകാനുള്ള നമ്മുടെ വാഹനത്തിൽ എത്തുന്ന ലാസ്റ്റ് സ്ഥലമാണ്. ഇവിടം വരെ മാത്രമേ നമ്മുടെ വാഹനം എത്തുകയുള്ളൂ. ഇവിടെ നിന്നും 3 കിലോമീറ്റർ മൊത്തം ഗുഹയിലേക്കുണ്ട്. അതിൽ 2 കിലോമീറ്റർ ഇവിടെ നിന്ന് ജീപ്പ് സർവീസുണ്ട്. ജീപ്പിനകത്ത് 2 കിലോമീറ്റർ പോയി അവിടെ നിന്ന് 1 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടെ ഒരു ലോഡ്ജും ഒരു ഗസ്റ്റ് ഹൗസ് പോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ബാബാജി കേവ്സിൻ്റെ മലനിരകളുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ അവൈലബിളായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ്. ഈ ഗസ്റ്റ് ഹൗസും ഒരു മലനിരയുടെ ചേർന്നാണ്. അതിൻ്റെ പല പല തട്ടുകളാക്കി അതിനകത്ത് ഒരു തട്ടിലായിട്ടാണ് ഇതിൻ്റെ ഗസ്റ്റ് ഹൗസ്. ശ്രീയം യോഗി, രജനീകാന്ത് ഒക്കെ വരുമ്പോൾ താമസിക്കുന്നത് ഈ ഗസ്റ്റ് ഹൗസിലാണ്. വളരെ പുരാതനവും പൗരാണികവുമായി സൂക്ഷിച്ചിരിക്കുന്ന, പഴയ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസാണിത്. ഇവിടെ മലയുടെ അടുത്ത തട്ടിലായിട്ട് കോട്ടേജുകളുണ്ട്. രണ്ട് കോട്ടേജുകളാണ് മലയുടെ അടുത്ത തട്ടിലായിട്ട് ഉള്ളത്. ഇതാണ് ഒരു കോട്ടേജ്. ഇതാണ് ഒരു കോട്ടേജാണിത്. ഈ കോട്ടേജിനുള്ളിലേക്ക് കയറുമ്പോൾ തറയും മേൽക്കൂരയും ഒക്കെ തടിയാണ്. ഇതിനൊരു മുകളിൽ ഒരു നിലയുണ്ട്. ഇവിടെയും കിടക്കാനുള്ള സൗകര്യമുണ്ട്. മൊബൈൽ കവറേജ് ഇല്ല എന്നതുപോലെ തന്നെ വെട്ടത്തിനും കുറവാണ്. പുറത്തോട്ടിറങ്ങി എന്നാൽ ബാബാജി കേവ്സിൻ്റെ വ്യൂ ഉണ്ട്.